ഹമാസിനെ ഇല്ലാതാക്കും വരെ ഗാസയിൽ ആക്രമണം തുടരുമെന്ന് യുഎൻ പൊതുസഭയിൽ പ്രഖ്യാപിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേൽ ബന്ദികളിൽ ബാക്കിയുള്ള 20 പേരെ തിരിച്ചയച്ച് ആയുധം വെച്ച് കീഴടങ്ങിയില്ലെങ്കിൽ ഹമാസിൽ ഒരാളെയും ബാക്കി വെക്കില്ല. നെതന്യാഹു ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. അതിനിടെ നെതന്യാഹു സംസാരിക്കാനെത്തിയപ്പോൾ പൊതുസഭയിൽ നിന്ന് നിരവധി പ്രതിനിധികൾ ഇറങ്ങിപ്പോയി. Which I renamed Operation Rising Lion. That's from the Bible. This 12-day war will go down in the annals. Please order in the hall. Please order in the hall. Please order in the hall. Please order in the hall and please be seated. ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അനുവദിക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തൽ ഉടമ്പടി ഏതാണ്ട് അടുത്തെത്തിയെന്ന സൂചനയും ട്രംപ് നൽകി. MG മിഥുൻ വിവരങ്ങളുമായി ചേർന്നു. മിഥുൻ, ഇന്നലെ UN പൊതുസഭയിൽ നമ്മൾ കണ്ടത് അസാധാരണമായ കാഴ്ചയായിരുന്നു. നെതന്യാഹു സംസാരിക്കാൻ വരുമ്പോൾ കൂക്കി വിളികളായിരുന്നു ചുറ്റും. 50-ലധികം രാജ്യങ്ങളുടെ പ്രതിനിധികൾ എഴുന്നേറ്റുപോയി. അത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന നരവേട്ടയ്ക്കുള്ള മറുപടി അല്ലേ? ഭവ്യ, തീർച്ചയായും അത്തരത്തിലുള്ള മറുപടി തന്നെയായിരുന്നു ഇന്നലെ UN പൊതുസഭയിൽ കാണാൻ സാധിക്കുകയും ചെയ്തത്. 50-ലധികം രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ മുതൽ കൂകികളുമായി രംഗത്തെത്തി. പിന്നാലെ ഡയസിലേക്ക് പ്രവേശിച്ചതിന് ബെഞ്ചമിൻ നെതന്യാഹു ഡയസിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പാകെ കൂകികളുമായി ഇവർ പുറത്തേക്ക് പ്രതിഷേധിച്ച് പോകുന്ന കാഴ്ചയും കാണാൻ സാധിക്കുകയും ചെയ്തു. അതിനിടെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അനുകൂലിക്കുന്നവർ കൈകടികളുമായി ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു എങ്കിൽ പോലും അതെല്ലാം തന്നെ പരാജയപ്പെടുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. UN പൊതുസഭയിൽ ഉയർന്ന പ്രതിഷേധത്തിന് സമാനമായ രീതിയിൽ അതിന് പുറത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങുകയും ചെയ്തു. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പോസ്റ്ററുകൾ ഉയർത്തി, പ്ലക്കാർഡുകൾ ഉയർത്തി വലിയ പ്രതിഷേധവും മുദ്രാവാക്യം വിളികളുമൊക്കെ പുറത്തുമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയായിരുന്നു ഇന്നലെ UN പൊതുസഭയിൽ ഇത്തരത്തിൽ പ്രസംഗം നടക്കുകയും ചെയ്തത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വ്യാപകമായ പ്രതിഷേധവും നെതന്യാഹുവിനെതിരെ ഏതെങ്കിലും തരത്തിൽ അക്രമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കണക്കിലെടുത്തായിരുന്നു ഈ ഒരു നടപടി സ്വീകരിക്കുകയും ചെയ്തത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഗാസയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടന്നു വരുന്ന ഈ വംശഹത്യ അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തണമെന്ന് ലോകരാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറയുകയും ചെയ്യുന്നു. പക്ഷേ അതിലൊന്നും തന്നെ ഒരു തീരുമാനവുമാകാതെ വംശഹത്യ തുടർന്നുകൊണ്ട്, കൊടും ക്രൂരത തുടർന്നുകൊണ്ട് ഇസ്രായേൽ സൈന്യം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം ഈ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അറബ് രാജ്യങ്ങളുടെ പ്രതിനിധികൾ, ഒപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എന്നിവരാണ് ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇതിനുശേഷവും ബെഞ്ചമിൻ നെതന്യാഹു ഈ ആക്രമണം തുടരുമെന്നുള്ള പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ഒരു തരത്തിലും പിന്നോട്ടില്ല. ഹമാസ് ആയുധം താഴെ വെച്ച് കീഴടങ്ങുന്നത് വരെ, പ്രത്യേകിച്ച് ഇവരുടെ 20 ബന്ദികൾ ഹമാസിന്റെ കൈകളിലുണ്ട്. അവരെ തിരികെ നൽകിയതിനു ശേഷം ആയുധം താഴെ വെക്കുക, അതല്ല എങ്കിൽ ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു UN പൊതുസഭയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം പൂർത്തിയാക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിൽ മറ്റൊരു ശുഭസൂചനകൾ നൽകുന്ന ചില പ്രസ്താവനകൾ കൂടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഗാസയിൽ ഉടൻ തന്നെ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഉണ്ടാകുമെന്നുള്ള സൂചനയായിരുന്നു ഡൊണാൾഡ് ട്രംപ് നൽകുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, ബെഞ്ചമിൻ നെതന്യാഹു വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ച് അധിനിവേശം നടത്താനുള്ള ഒരു തീരുമാനം അതുടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള ചില പ്രഖ്യാപനങ്ങൾ നേരത്തെ നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ട്രംപ് പറയുന്നു. അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ട്രംപ് രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത്. അതായത് ഒരു തരത്തിലും വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം നടത്താൻ ഇസ്രായേലിനെ അനുവദിക്കില്ല. താൻ ഉള്ളിടത്തോളം കാലം അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇസ്രായേൽ പോകില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാര്യം ഇനി ഉണ്ടാകില്ല എന്ന് ട്രംപ് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ട്രംപിന്റെ ഈ ഒരു പ്രതികരണത്തിലൂടെ സമാധാനം അകലെയല്ല എന്നുള്ള ചില ശുഭപ്രതീക്ഷകൾ കൂടി പുറത്തു വരുന്നുണ്ട്. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.